ഹലോ ഫ്രണ്ട്സ്, ടേസ്റ്റ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു നത്തൽ മീൻപീര വെച്ചാലോ. അതിനായിട്ട് നമുക്ക് നല്ല നത്തൽ കിട്ടിയിട്ടുണ്ട്. ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഇച്ചിരി താമസം ഉണ്ടെങ്കിലും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇപ്പോൾ ചെറിയ മീനുകൾക്കൊക്കെ നല്ല ടേസ്റ്റുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല നെയ്യുള്ള നത്തലായിരുന്നു കേട്ടോ. അത് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ ഇത്രയേ ഉള്ളൂ. നത്തൽ പീര വെക്കാൻ വേണ്ടി വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നത്തൽ നമുക്ക് പാകം ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇച്ചിരി കൂടുതൽ ഇടുന്നതാണ് നല്ലത്. പീരയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അധികം എരിവുള്ളത് എടുക്കണ്ട. ഇച്ചിരി എരിവ് കുറഞ്ഞ പച്ചമുളക് ഇച്ചിരി കൂടുതലിടുന്നത് നല്ലതായിരിക്കും. അതിനകത്ത് 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചുമന്നുള്ളി ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. കുറച്ച് കൂടുതലെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. സവോള ഇട്ടാലും കുഴപ്പമില്ല. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 3 കഷ്ണം കുടംപുളി കഴുകിയതും ആവശ്യത്തിനുള്ള ഉപ്പുകല്ലും ചേർത്ത് അതിൻ്റെ കൂടെ ആവശ്യമുള്ള കരിയാപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് കൈകൊണ്ട് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും അതിൻ്റെ പീരയൊക്കെ എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ തേങ്ങയൊക്കെ ചേരേണ്ട പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് തിരുമ്മി റെഡിയാക്കി ഒരു പാത്രം കൊണ്ട് മൂടി നമുക്കത് അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് നിന്നതൊന്ന് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് ചെറിയ തീയിൽ നന്നായിട്ടത് വേകാൻ വേണ്ടി ടൈം കൊടുക്കണം. വെള്ളം അതിൻ്റെ നികക്ക വെള്ളം ഒഴിക്കരുത്. വെള്ളം എപ്പോഴും താഴ്ന്നു നിന്നാൽ മതി. നമുക്ക് തോരൻ പോലെയല്ലേ, ചാറായിട്ടെടുക്കാനല്ലല്ലോ. അതുകൊണ്ട് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം മേലേക്ക് വരും. പിന്നീട് തീ കുറച്ച് സിമ്മിലിട്ട് അത് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോൾ അതിൻ്റെ ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് നോക്കണം. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇത് വാങ്ങാനാകുമ്പോൾ വേണമെങ്കിൽ അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം, കരിയാപ്പില ഇട്ടതിന് ശേഷം. പക്ഷേ ഇത് നല്ല നെയ്യുള്ള നത്തലായിരുന്നു. അതുകൊണ്ട് ഞാനിതിന് പ്രത്യേകിച്ച് ഓയിലൊന്നും ചേർക്കുന്നില്ല. ഇത് ഓയിൽ ഫ്രീ ആയിട്ടാണ്, വളരെ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റെഡിയായി കഴിഞ്ഞപ്പോൾ ഒരു പിടി കരിയാപ്പില കൂടി ഇട്ട് തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം. നത്തൽ പീര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.